ഇതുപയോഗിച്ച് സിമ്പിളായിട്ട് ഇതെങ്ങനെ സ്റ്റാർ ഡെൽറ്റ കൺട്രോൾ വർക്ക് ചെയ്യിക്കാം എന്നതിനെ പറ്റിയാണ് ഈ വീഡിയോ. നിങ്ങൾ തുടർന്ന് വാച്ച് ചെയ്യുക. സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായും ഈ വീഡിയോ വാച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് കണക്ഷൻ വരുന്നതെന്ന് മനസ്സിലാകും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു AK ടെക്നിക്കൽ മലയാളം യൂട്യൂബ് ചാനൽ. AK ടെക്നിക്കൽ മലയാളം യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ ചാനൽ വഴി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ടെക്പരമായ വീഡിയോകളാണ് കൂടുതലായും അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കൂടുതൽ ഇലക്ട്രിക്കലിനെ പറ്റി അറിയണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്താൽ ഞാൻ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും അപ്പോൾ തന്നെ നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്. കൂടുതൽ മനസ്സിലാക്കാനായി നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. മറ്റ് വീഡിയോകളുടെയും ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കണ്ട് മനസ്സിലാക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോയെ പറ്റി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. എത്രയും പെട്ടെന്ന് ഞാൻ അതിനുള്ള മറുപടി നൽകുന്നതാണ്. നമുക്ക് വീഡിയോയുടെ ടോപ്പിക്കിലേക്ക് പോകാം. നമ്മളന്ന് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ സ്റ്റാർ ഡെൽറ്റ ടൈമറിൻ്റെ കണക്ഷൻ ഞാൻ വിവരിച്ചിരുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇതുപയോഗിച്ച് നമ്മൾ സ്റ്റാർ ഡെൽറ്റ കോൺടാക്ടർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ ഉടൻ തന്നെ ചെയ്യുമെന്ന്. നമ്മളിന്ന് ആ വീഡിയോ ആണ് നോക്കാൻ പോകുന്നത്. ഇതുപോലെ 3 കോൺടാക്ടറുകൾ നിങ്ങൾക്കിവിടെ കാണാം. ഇത് മെയിൻ കോൺടാക്ടർ, ഇത് ഡെൽറ്റ, ഇത് സ്റ്റാർ. അങ്ങനെയാണ് വരുന്നത്. മെയിൻ, ഡെൽറ്റ, സ്റ്റാർ എന്നിങ്ങനെയാണ് വരുന്നത്. കൂടാതെ നമ്മളിവിടെ ഒരു OLR ഇതിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. 1.7 to 2.4 റേഞ്ചുള്ള ഒരു ഓവർലോഡ് റിലേയാണ്. കൂടാതെ കൺട്രോൾ സപ്ലൈക്കായി ഒരു MCB. പവർ വയറിങ് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. പവർ വയറിങ് സിമ്പിളാണ്. അതിൻ്റെ ഡ്രോയിങ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഞാനിതിൻ്റെ കൂടെ പവർ ഡ്രോയിങ്ങും കാണിക്കുന്നതാണ്. പവർ ഡ്രോയിങ് മാത്രമേ കാണിക്കുള്ളൂ. ഇതിൽ കണക്ട് ചെയ്ത് കാണിക്കാൻ ഒരുപാട് വയറാവും. നിങ്ങൾക്കത് കൺട്രോൾ എന്താണെന്ന് മനസ്സിലാകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പവർ വയറിങ് ഒരു ഡ്രോയിങ് ആയിട്ട് കാണിക്കാം എന്ന് പറഞ്ഞത്. അത് സിമ്പിളാണ്. അത് ഡ്രോയിങ് നോക്കിയാൽ മനസ്സിലാകും. ഈ കാണുന്നതാണ് സ്റ്റാർ ഡെൽറ്റ പവർ വയറിങ്. മെയിൻ കോൺടാക്ടർ, ഡെൽറ്റ കോൺടാക്ടർ, സ്റ്റാർ കോൺടാക്ടർ. സ്റ്റാർ കോൺടാക്ടറിൽ ഇതുപോലെ നമ്മൾ മുകളിലത്തെ ഈ 3 സ്ക്രൂകളും ഇതിൽ ലൂപ്പ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ RYB നേരെ മെയിൻ കോൺടാക്ടറിലേക്കാണ് ആദ്യം വരുന്നത്. ഇവിടെ നിന്നും RYB ഡെൽറ്റ കോൺടാക്ടറിലേക്ക് ഇതുപോലെ ലൂപ്പ് ചെയ്യുക. ഈ OLRൻ്റെ ഔട്ട്പുട്ട് നേരെ RYB ഇതുപോലെ ഇവിടെ കാണുന്ന പോലെ U1, V1, W1 എന്നിവയിലേക്ക് കണക്ട് ചെയ്യുക. ഡെൽറ്റ കോൺടാക്ടറിൽ നിന്നും ഈ ബ്ലൂ വയർ V2ലാണ്, അതായത് ഇവിടെയാണ് വരുന്നത്. Y ഫേസ് U2ലും R ഫേസ് W2ലുമാണ് കണക്ട് ചെയ്യേണ്ടത്. ഇത്രയുമാണ് പവർ വയറിങ്. പവർ വയറിങ് സിമ്പിളാണ്. ഫസ്റ്റ് നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന RCCB ആണ്. RCCBയിൽ നിന്നാണ് ഇതുപോലെ കണക്ട് ചെയ്യേണ്ടത്. എന്താണെന്ന് വെച്ചാൽ ഇത് പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ടാണ് RCCB ഇവിടെ വെക്കുന്നത്. എന്തെങ്കിലും ലീക്കേജ് കാരണം ഉണ്ടായാൽ അപ്പോൾ തന്നെ ഇത് ട്രിപ്പായി കൊടുക്കുന്നതാണ്. വളരെ സിമ്പിളാണ്. ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കൂടാതെ ഐ ബട്ടണിലും നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. നമുക്ക് തുടർന്ന് കൺട്രോൾ വയറിങ്ങിലേക്ക് തന്നെ പോകാം. കൺട്രോൾ വയറിംഗ് ആണ് നമുക്ക് ബുദ്ധിമുട്ടുള്ളത്. അതാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ വിവരിച്ചു തരുന്നത്. ഈ കാണിച്ചിരിക്കുന്ന ഡ്രോയിങ് പ്രകാരമാണ് നമ്മൾ സ്റ്റാർ ഡെൽറ്റ കൺട്രോൾ വയറിംഗ് ഇപ്പോൾ ചെയ്ത് കാണിക്കുന്നത്. ഇതിൽ എങ്ങനെയാണോ കണക്ട് ചെയ്തിരിക്കുന്നത് ഇതുപോലെ തന്നെയാണ് നമ്മൾ പ്രാക്ടിക്കലായി കണക്ട് ചെയ്ത് കാണിക്കുന്നത്. നിങ്ങൾ തുടർന്ന് കണ്ടുകൊണ്ടിരിക്കുക. ഇത് MCBയിൽ നിന്നും വരും. അത് കഴിഞ്ഞിട്ട് MCBയിൽ നിന്നും ഫേസ് വന്നിട്ട് 95, 96, പിന്നെ സ്റ്റോപ്പ്, സ്റ്റാർട്ട്, പിന്നെ KDNC, TNC, KS, ഇങ്ങനെയാണ് നമ്മൾ വയർ ചെയ്യുന്നത്. നിങ്ങൾ തുടർന്ന് വാച്ച് ചെയ്താൽ നിങ്ങൾക്ക് പൂർണ്ണമായും മനസ്സിലാകുന്നതാണ് ഇത് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്ന്. നമ്മൾ കണക്ഷനിലേക്ക് പോവുകയാണ്. ഇതുപയോഗിച്ച് സിമ്പിളായിട്ട് ഇതെങ്ങനെ സ്റ്റാർ ഡെൽറ്റ കൺട്രോൾ വർക്ക് ചെയ്യിക്കാം എന്നതിനെ പറ്റിയാണ് ഈ വീഡിയോ. നിങ്ങൾ തുടർന്ന് വാച്ച് ചെയ്യുക. സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായും ഈ വീഡിയോ വാച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് കണക്ഷൻ വരുന്നതെന്ന് മനസ്സിലാകും. ഇവിടെ നിങ്ങൾക്ക് കാണാം ഓരോ കോൺടാക്ടറിൻ്റെയും A1, A2 എന്നിവ ഈ മുകളിൽ തന്നെയാണ്. ഇതിൻ്റെയും A1, A2 ഇവിടെയാണ്. ഇവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാമെന്ന് വിചാരിക്കുന്നു. A1 ഇവിടെ A2 ആണ്. ഞാനിത് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു ഇതിൻ്റെ വർക്കിംഗ് എന്താണെന്ന്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും മുകളിൽ കാണുന്ന ഐ ബട്ടണിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്താൽ ആ വീഡിയോ കാണാവുന്നതാണ്. നമുക്ക് വയറിങ്ങിലേക്ക് പോകാം. ആദ്യം നമുക്ക് ഈ A2 എല്ലാം കൂടി ഷോർട്ട് ചെയ്യണം. ന്യൂട്രൽ പോയിൻറ്റിന് വേണ്ടിയിട്ട് A2 ഇവിടെ എല്ലാം നമ്മൾ ലൂപ്പ് ചെയ്ത് നേരെ ഒരു ന്യൂട്രൽ കൊടുക്കുകയാണ്. ആദ്യം അതാണ് ചെയ്യുന്നത്. നമ്മളിവിടെ ഈ കാണുന്ന സ്റ്റാർ ഡെൽറ്റ ടൈമറിൻ്റെ A2ലേക്ക് നമ്മളിപ്പോൾ ഓൾറെഡി ഒരു ന്യൂട്രൽ, ഒരു വെള്ള വയറിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചതാണിത്. ഈ കോൺടാക്റ്റിൻ്റെ എല്ലാം ന്യൂട്രൽ നമുക്ക് ആദ്യം കണക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് കൺട്രോൾ വയറിങ്ങിലേക്ക് പോകാം. അതുപോലെ തന്നെ സ്വിച്ച് ഇവിടെയുണ്ട്. ഇത് സ്റ്റോപ്പ് പുഷ് ബട്ടണാണ്.
ഇതാണ് സ്റ്റോപ്പ് പുഷ് ബട്ടൺ. അതുപോലെ തന്നെ സ്റ്റാർട്ട് പുഷ് ബട്ടൺ. ഇത് ടെക്നിക് എന്ന കമ്പനിയുടേതാണ്. നമുക്കിവിടെ കാണാം, ടെക്നിക് എന്ന കമ്പനിയുടേതാണ് ഈ സ്റ്റാർട്ട് പുഷ് ബട്ടൺ. അതായത് ഗ്രീൻ കളറാണ് സ്റ്റാർട്ട് പുഷ് ബട്ടൺ. ഈ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഇതെല്ലാം കണക്ട് ചെയ്ത് നിങ്ങൾ ഈ കോൺടാക്റ്റ് വർക്ക് ചെയ്യുന്നത് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാർക്കായി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്നതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തുടർന്നും വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും അപ്പോൾ തന്നെ നിങ്ങൾക്ക് അത് കാണാവുന്നതുമാണ്. പിന്നെ ഇതിൻ്റെ മുകളിൽ ഇട്ടിരിക്കുന്ന ഈ ഓക്സിലറി കോൺടാക്റ്റ്, ഈ കോൺടാക്ടർ ഹോൾഡ് ചെയ്ത് നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നോർമൽ ഓപ്പൺ ഓക്സിലറി കോൺടാക്റ്റ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഡെൽറ്റയ്ക്ക് ഒരു NC, സ്റ്റാറിൽ ഒരു NO, ഒരു NC, ഇത്രയുമാണ് ഇതിൻ്റെ കോമ്പോണൻറ്റ്. ഇതിൻ്റെ കാര്യം ഞാൻ മുമ്പ് പറയാൻ മറന്നു പോയതാണ്. ഇതും ഇതിൽ ക്ലിപ്പ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതുപോലെ റിമൂവ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ഇതിൻ്റെ എല്ലാം സെപ്പറേറ്റ് വർക്കിംഗ് ഞാൻ ഓരോ വീഡിയോകൾ വിട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്കുകൾ ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്താൽ ഇതിൻ്റെ വർക്കിംഗ് കാണാവുന്നതാണ്. അതുപോലെ OLRൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന്, OLRൻ്റെ ഫംഗ്ഷനും ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ RCCBയിൽ നിന്നാണ് ഫേസും ഒരു ന്യൂട്രലും എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിവിടെ കാണാം, ഇതാണ് RCCB, 3 ഫേസ് RCCB ആണ്. നമുക്ക് 3 ഫേസ് സപ്ലൈ ആയിരിക്കും ഈ സ്റ്റാർ ഡെൽറ്റ മോട്ടോറുകൾക്ക് വരുന്നത്. അതിൻ്റെ ഫേസും ഒരു ന്യൂട്രലും നമ്മളിവിടെ കൺട്രോൾ സപ്ലൈക്കായി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പവർ വയറിങ്ങിന് വേണ്ടി നമ്മൾ ഇവിടെ നിന്നും RYB ഇതിലേക്ക് ഈ കോൺടാക്ടറുകളിലേക്ക് ലൂപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് ഇവിടെ മാറ്റി വെക്കാം. ഇതെല്ലാം കൂടെ ഈ ഡിസ്പ്ലേയിൽ കാണിക്കാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഇതിവിടെ മാറ്റി വെക്കാം. അപ്പോൾ 2 ചെറിയ വയർ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഈ A2ലേക്ക് കണക്ട് ചെയ്യുകയാണ്. ഡെൽറ്റ കോൺടാക്ടറിൻ്റെ A2ലേക്ക് ഈ 2 വയറും കണക്ട് ചെയ്ത്, എന്തിനാണെന്ന് വെച്ചാൽ ഇത് ന്യൂട്രൽ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ A2 പോയിന്റിലെല്ലാം നമ്മളൊരു വയറിട്ട് ലൂപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ന്യൂട്രലിന് വേണ്ടി നമ്മളിപ്പോൾ ഒരു ന്യൂട്രൽ പോയിന്റ് ഇവിടെ നിന്ന് ഒരു വയർ കൂടി നമ്മുടെ മെയിനിലേക്ക് കണക്ട് ചെയ്യും. ന്യൂട്രൽ പോയിന്റ് നമുക്ക് ഇതിൻ്റെ A2വിൽ തന്നെ കണക്ട് ചെയ്യാം. സ്റ്റാർ ഡെൽറ്റ ടൈമറിൻ്റെ A2വിൽ ഇവിടെ കണക്ട് ചെയ്തു, ഇതിലേക്ക് ലൂപ്പ് ചെയ്യാം. ഈ ഫസ്റ്റ് മെയിൻ കോൺടാക്ടറിൻ്റെ A2വിലേക്ക് ഇപ്പോൾ ലൂപ്പ് ചെയ്തു. നമ്മളിപ്പോൾ ഈ A2വിൽ നിന്നും ഇതിലേക്ക് ഈ എല്ലാ കോൺടാക്ടറിൻ്റെയും A2വിലേക്ക് ഇതുപോലെ ന്യൂട്രൽ കോമൺ ആയിട്ട് ലൂപ്പ് ചെയ്തു. നമുക്കിനി അടുത്തതായി ചെയ്യേണ്ടത് കൺട്രോൾ സപ്ലൈയുടെ ഈ NCBയിൽ നിന്നും നമുക്ക് ഈ OLRൻ്റെ NC പോയിന്റിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. NC പോയിന്റ് ത്രൂ ആണ് നമ്മൾ ബാക്കി സ്റ്റാർട്ട് പുഷ് ബട്ടൺ എല്ലാം കണക്ട് ചെയ്യുന്നത്. അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ഈ 95ലേക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ 95 ആണ്, 95, 96 ഇത് NC ആണ്. ഈ NCയിലേക്ക് നമ്മൾ ആദ്യം ഈ കൺട്രോൾ സപ്ലൈ എടുത്ത് ഇവിടെ കൊടുക്കും. ഇവിടെ ഈ 95ലോ 96ലോ ഏതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. ഇത് NC ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാലൊന്നും പ്രശ്നമൊന്നുമില്ല. നമുക്കിപ്പോൾ ഞാനിത് 95ലാണ് കണക്ട് ചെയ്യുന്നത്. MCB ത്രൂ നമ്മൾ OLRൻ്റെ NCയിലേക്ക് ഇവിടെ 95ൽ ഒരു വയർ ഇവിടെ കണക്ട് ചെയ്തു. സപ്ലൈ ഓൺ ചെയ്താലുടൻ ആദ്യം വരുന്നത് ഈ 95ലായിരിക്കും. അത് കഴിഞ്ഞിട്ട് 96ലേക്ക് ഇതിലേക്ക് സപ്ലൈ കിട്ടും. നമുക്ക് ഇതിൽ നിന്നാണ് ഇനി സ്റ്റാർട്ട് പുഷ് ബട്ടൺ, സ്റ്റോപ്പ് പുഷ് ബട്ടൺ എന്നിവ കൊടുക്കുന്നത്. നമുക്ക് ഇനി സ്റ്റോപ്പ് പുഷ് ബട്ടണും സ്റ്റാർട്ട് പുഷ് ബട്ടണുമാണ് കണക്ട് ചെയ്യേണ്ടത്. ഈ സ്റ്റോപ്പ് പുഷ് ബട്ടണിലേക്കാണ് ആദ്യം വരുന്നത്. ഇത് NC എലമെൻ്റാണ് ഈ കാണുന്നത്. NC ഓക്സിലറി കോൺടാക്റ്റ് ആണ്. ഇത് നമ്മൾ പ്രസ് ചെയ്താൽ ഇത് ഓപ്പൺ ആയി പോകുന്നതാണ്. ഇതുപോലെ പ്രസ് ചെയ്താൽ ഓപ്പൺ ആവും. അതുപോലെ തന്നെ ഇത് നോർമൽ ഓപ്പൺ പോയിൻ്റാണ്. നിങ്ങളിവിടെ കാണാം, ഇത് നോർമൽ ഓപ്പൺ ഇവിടെ സിമ്പിൾ കാണിച്ചിട്ടുണ്ട്, S1 എന്ന് എഴുതിയിട്ട്. ഇവിടെ ഇത് S2 എന്നാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാമെന്ന് വിചാരിക്കുന്നു. ഇതിവിടെ 2 പോയിൻറ്റും ലൂപ്പാണ്, അതായത് NC ആണിത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഈ 96ൽ നിന്നും നേരെ ഈ NC പോയിന്റിലേക്ക്, അതായത് സ്റ്റോപ്പ് പുഷ് ബട്ടൻ്റെ NC പോയിന്റിലേക്ക് കണക്ട് ചെയ്തു. അവിടെ നിന്നും ഒരു ലൂപ്പ് നേരെ നമ്മുടെ സ്റ്റാർട്ട് പുഷ് ബട്ടൻ്റെ NO പോയിന്റിലേക്ക് ഒരു പോയിന്റിലേക്ക് കണക്ട് ചെയ്ത് അവിടെ നിന്ന് ഒരു ലൂപ്പ് എടുത്തിട്ടുണ്ട്. ഈ ലൂപ്പ് നേരെ നമുക്ക് ഈ കാണുന്ന മെയിൻ കോൺടാക്ടറിൻ്റെ NOയിലേക്കാണ് പോകുന്നത്, അതായത് ഇവിടെ കണക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നും ഈ സ്റ്റോപ്പ് പുഷ് ബട്ടൻ്റെയോ സ്റ്റാർട്ട് പുഷ് ബട്ടൻ്റെയോ എൻഡിൽ നിന്നും ഈ വയർ നമുക്ക് നേരെ ഇവിടെ ഈ NO എലമെൻറ്റിലേക്ക് കണക്ട് ചെയ്യാം. ഇതിൻ്റെ ഔട്ട്പുട്ട് നേരെ നമ്മുടെ ഈ മെയിൻ കോൺടാക്ടറിൻ്റെ ഈ A1ലേക്കാണ് കണക്ട് ചെയ്യുന്നത്. തുടർന്ന് ഇവിടെ നിന്നും ഈ NC ആൻഡ് NO പോയിന്റുകളിലേക്ക് ഇവിടെ ലൂപ്പ് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ വയറിട്ട് ഇവിടെ ലൂപ്പ് ചെയ്യുകയാണ്. ഇവിടെ ലൂപ്പ് ചെയ്തു. തുടർന്ന് നമുക്ക് ഇവിടെ നിന്നും ഇതിലേക്ക് ഒരു ലൂപ്പ് കൂടി കൊടുക്കണം. ഇപ്പോൾ ഇതിലേക്ക് ലൂപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ ഈ സ്റ്റോപ്പ് പുഷ് ബട്ടൻ്റെ ഔട്ട്പുട്ടിൽ നിന്നും നേരെ ഈ മെയിൻ കോൺടാക്ടറിൻ്റെ NO പോയിന്റിലേക്ക് ഒരു
ലൂപ്പ് എടുത്ത് കൊടുത്തു. ഈ ലൂപ്പിൽ നിന്ന് ഔട്ടെടുത്ത് ഈ സ്റ്റാർ കോൺടാക്റ്റിൻ്റെ NO NC രണ്ട് ഓക്സിലറി കോൺടാക്റ്റുകളാണ്. ഇതിൻ്റെ ഈ ഒരു സൈഡ് നമ്മൾ ലൂപ്പ് ചെയ്തു, അതിൻ്റെ അവിടെ നിന്നും ഇതിലേക്ക് തന്നെ ഒരു ലൂപ്പ് എടുത്ത് കൊടുത്തു. അതായത് ഈ പോയിന്റ് ക്ലോസ് ആകുമ്പോൾ ഇവിടേക്കും സപ്ലൈ കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ്. ഇവിടെ നിന്നും ത്രൂ നമ്മൾ ഇതിലേക്കും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റാർ കോൺടാക്റ്റിൻ്റെ NCയിൽ നിന്നും നമ്മൾ ഈ ഡെൽറ്റ കോൺടാക്റ്റിൻ്റെ A1 കോയിലിൻ്റെ A1ലേക്ക് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ കാണാം. ഇപ്പോൾ A1ലാണ് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് സ്റ്റാർട്ട് പുഷ് ബട്ടണിൽ നിന്നും ഔട്ട്പുട്ട് എടുത്ത് നമുക്ക് ഈ NO പോയിന്റിലേക്ക് കൊടുക്കണം. അതായത് സ്റ്റാർ കോൺടാക്റ്റിൻ്റെ NO പോയിന്റിലേക്കാണ് ഇത് വരുന്നത്. ഇവിടെ നിന്നും ഈ NCയിലേക്ക് ലൂപ്പ് ചെയ്യണം. NCയുടെ ഔട്ട് എടുത്ത് നമ്മൾ ഈ സാഡൽറ്റ ടൈമറിൻ്റെ A1 പോയിന്റിലേക്കാണ് ഇവിടെ കൊടുക്കുന്നത്. നമുക്ക് അവിടെ നിന്നും ഔട്ട്പുട്ട് തിരിച്ചു വരണം. ഇപ്പോൾ ഈ ഡെൽറ്റ കോൺടാക്റ്റിൻ്റെ NCയിൽ നിന്നും ഒരു ലൂപ്പ് എടുത്ത് നമ്മുടെ സ്റ്റാർ കോൺടാക്റ്റിൻ്റെ NOയിലേക്ക് കണക്ട് ചെയ്യുകയാണ്. അതിൻ്റെ കൂടെ ഒരു ഈ സ്റ്റാർട്ട് പുഷ് ബട്ടണിൽ നിന്നും ഔട്ട്പുട്ട് പോകേണ്ട ഒരു സപ്ലൈ കൂടി ഈ NO പോയിന്റിലേക്ക് കണക്ട് ചെയ്യേണ്ടതാണ്. ഈ പോയിന്റ് നേരെ നമ്മുടെ സ്റ്റാർട്ട് പുഷ് ബട്ടണിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ NC ഓക്സിലറി കോൺടാക്റ്റിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് നേരെ ടൈമറിൻ്റെ A1ലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. A1ൽ കണക്ട് ചെയ്യും. അവിടെ നമ്മൾ ഇവിടെ ഒരു ലൂപ്പ് നേരത്തെ കൊടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കോമൺ പോയിന്റിലേക്കാണ് ഈ ലൂപ്പ് കണക്ട് ചെയ്തിരിക്കുന്നത്. A1ഉം കോമണും കൂടെ ഇവിടെ ലൂപ്പ് ചെയ്തിരിക്കുകയാണ്. ഡെൽറ്റ കോൺടാക്റ്റിൻ്റെ NC ഓക്സിലറി കോൺടാക്റ്റിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ നേരെ ഈ A1ലോ 15ലോ ഇവിടെ എവിടെയും കൊടുക്കാം. A1ലാണ് ഇപ്പോൾ ഞാനിത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് ഈ NCയുടെ ഔട്ട്പുട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ഞാനൊരു യെല്ലോ ഗ്രീൻ വയറാണ്. ഇത് വേറെ വയർ എൻ്റെ കയ്യിലില്ലാഞ്ഞിട്ടാണ് ഞാൻ ഈ വൈറ്റ് വയർ തീർന്നു പോയി. നമ്മൾ ഇതിട്ടാണ് ഇപ്പോൾ കണക്ട് ചെയ്യുന്നത്. നിങ്ങളത് ശ്രദ്ധിക്കേണ്ട. കളർ മാറിയതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഇത് സാധാരണ ഇതിൽ കംപ്ലീറ്റ് ബ്ലാക്ക് വയർ ഇട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഈ വൈറ്റ് വയർ തീർന്നു പോയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിട്ട് കണക്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് കാണാം ഡെൽറ്റ കോൺടാക്റ്റിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ നേരെ ഈ ടൈമറിൻ്റെ A1ലേക്കാണ് കൊടുത്തിരിക്കുന്നത്. A1ൽ നിന്ന് ഒരു ലൂപ്പ് എടുത്ത് 15ലും ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇതിൻ്റെ റിലേയുടെ കോമൺ പോയിന്റിലേക്കാണ് ഇവിടെ ലൂപ്പ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഔട്ട്പുട്ടാണ് ഇനി നമ്മൾ എടുക്കേണ്ടത്. അതായത് നോർമൽ ക്ലോസ് പോയിൻ്റാണ് നമ്മളിനി കണക്ട് ചെയ്യാനുള്ളത്. ഇതിൻ്റെ നോർമൽ ക്ലോസിൽ നിന്നും നേരെ നമ്മുടെ സ്റ്റാർ കോൺടാക്ടറിൻ്റെ A1ലേക്കാണ് വരേണ്ടത്. ഇനി കൊടുക്കാനുള്ളത് ഈ A1 മാത്രമാണ് ഇനി കൊടുക്കാനുള്ളത്. നമ്മൾ അതിലേക്ക് ഒരു ലൂപ്പ് കൂടി ഇതിൽ കണക്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമുക്കത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ ഈ വയർ ഇവിടെ 16ൽ കണക്ട് ചെയ്തിട്ടുണ്ട്. 16ൽ നിന്ന് നമ്മൾ ഇവിടെ സ്റ്റാർ കോൺടാക്ടറിൻ്റെ A1ലേക്കാണ് ഇപ്പോൾ ഇതിവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ കാണാം A1ൽ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് പവർ സപ്ലൈ ഓൺ ആക്കാനാണുള്ളത്. പവർ സപ്ലൈ ഓൺ ആക്കി നോക്കാം. എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇതിനി ഓൺ ചെയ്യാൻ പോവുകയാണ്. നമ്മളിതിൻ്റെ കംപ്ലീറ്റ് വയറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബ്രേക്കർ ഓണാക്കിയാൽ ഇതിൻ്റെ ഔട്ട്പുട്ട് സപ്ലൈ കിട്ടും. നമുക്ക് ബ്രേക്കർ ഓണാക്കാം. ബ്രേക്കർ ഓണാക്കി ഇനി നമുക്ക് ഇതിൻ്റെ ടൈം റേഞ്ചാണ് സെറ്റ് ചെയ്യേണ്ടത്. സ്റ്റാർ പോയിൻ്റ് കണക്റ്റായി കഴിയുമ്പോൾ അതിൻ്റെ മാക്സിമം സ്പീഡിൻ്റെ 80% റീച്ചാകാൻ എത്ര ടൈം എടുക്കും എന്ന് നോക്കിയിട്ടാണ് ഇതിൽ ടൈം സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനൊരു 1ൽ വെച്ചിട്ടുണ്ട്. അതായത് 3 സെക്കൻഡാണ് ഇതിൽ വരുന്നത്. ഇതിൻ്റെ ഓരോ പോയിൻറ്റും അതായത് ഇതിൽ എഴുതിയിരുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇത് വിവരിച്ചിരുന്നു. ഇത് എത്രയാണ് ഇതിൻ്റെ ടൈം സെറ്റിങ്, അതിൻ്റെ റേഞ്ച് എല്ലാം കഴിഞ്ഞ വീഡിയോയിൽ വിവരിച്ചിരുന്നു. അത് കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിത് 1ൽ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാം ഈ ആരോ മാർക്ക് ഇവിടെ 1ലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ 3 സെക്കൻഡ് കഴിയുമ്പോൾ സ്റ്റാറിൽ നിന്നും ഇത് ഡെൽറ്റയിലേക്ക് മാറണം. നമ്മൾ ഇനി ഓൺ ചെയ്ത് നോക്കാം. സ്റ്റാർട്ട് പുഷ് ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ ഇപ്പോൾ സ്റ്റാർ കോൺടാക്റ്റും തുടർന്ന് മെയിൻ കോൺടാക്റ്റും പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ 3 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ സ്റ്റാർ ഓഫായി ഡെൽറ്റ പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ 2 കോൺടാക്റ്റുമാണ് ക്ലോസ് ആയി നിൽക്കുന്നത്. നമുക്കൊന്നുകൂടെ സ്റ്റോപ്പ് ചെയ്യാം. ആദ്യം സ്റ്റാർ കോൺടാക്റ്റാണ് പിടിക്കുന്നത്. സ്റ്റാർ കോൺടാക്റ്റ് പിടിച്ച് കഴിയുമ്പോൾ ഈ NO ത്രൂ നമുക്ക് ഇതിലേക്ക് സപ്ലൈ കിട്ടും. അങ്ങനെയാണ് കണ്ടിന്യൂസ് ആയി ഇത് മെയിൻ കോൺടാക്റ്റ് പിടിച്ച് നിൽക്കുന്നത്. മെയിൻ കോൺടാക്റ്റ് കണ്ടിന്യൂസ് ആയി പിടിച്ച് നിൽക്കുന്നത് ഈ കോൺടാക്റ്റ് വഴിയാണ്. ഇപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ഫംഗ്ഷൻ. നിങ്ങൾക്ക് കാണാം ഇപ്പോൾ 3 സെക്കൻഡ് കഴിയുമ്പോൾ ഇത് മാറിപ്പിടിക്കും. ഇപ്പോൾ മെയിനും ഡെൽറ്റയുമാണ് ഇപ്പോൾ ക്ലോസിലുള്ളത്. ഇത് ഓപ്പൺ ആവുകയും ചെയ്തിട്ടുണ്ട്. നമുക്കത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ഇനി ഇതിൽ 2ലൊന്ന് വെച്ച് നോക്കാം. ഇത് ഇപ്പോൾ 2ലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. 2ൽ വെക്കുമ്പോൾ 6 സെക്കൻഡ് കഴിയുമ്പോൾ ഈ സ്റ്റാർ കോൺടാക്റ്റ് ഓഫ് ആവുകയും ഡെൽറ്റ കോൺടാക്റ്റ് പിടിക്കുകയുമാണ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. 1 2 3 4 5 6 7 6 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഇത് ഡെൽറ്റയിലേക്ക് മാറിയിട്ടുണ്ട്. ഇത്രയുമാണ് ഇതിൻ്റെ ഫംഗ്ഷൻ. ഇതിൻ്റെ പവർ വയറിംഗ് എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പവർ വയറിംഗ്
ഇതിലേക്കാണ് മെയിൻ വരുന്നത്. മെയിൻ ഇവിടേക്ക് ലൂപ്പ് ചെയ്യും, ഈ ഡെൽറ്റ കോണ്ടാക്റ്റിലേക്ക് ലൂപ്പ് ചെയ്യും. ഔട്ട്പുട്ട് ഈ 2 പോയിന്റിൽ നിന്നാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത്. ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നിടത്ത് നിന്ന് ഇതിലേക്ക് ഈ സ്റ്റാർ കോണ്ടാക്റ്റിലേക്ക് ലൂപ്പ് ചെയ്യും. ഇവിടെ നമ്മൾ ക്ലോസ് ചെയ്ത് ഷോർട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ആദ്യം സ്റ്റാറിൽ പിടിക്കുമ്പോൾ ഇത് ഷോർട്ടായി, ഒരു സൈഡ് ഷോർട്ടാകും. U2, V2, W2 എന്നിവ ഷോർട്ടായി നമുക്ക് സ്റ്റാർ പോയിന്റിൽ മോട്ടോർ വർക്ക് ചെയ്യും. തുടർന്ന് ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ടൈം കഴിയുമ്പോൾ മെയിൻ കോണ്ടാക്ടറും ഡെൽറ്റ കോണ്ടാക്ടറുമാണ് ക്ലോസ് ആയി നിൽക്കുന്നത്. അപ്പോൾ 2 സൈഡിലും സപ്ലൈ കിട്ടും. അതായത് U1, V1, W1, U2, V2, W2 എന്നിവയിൽ RYB 2 സൈഡിലും കിട്ടും. അപ്പോഴാണ് ഡെൽറ്റയിൽ മോട്ടോർ വർക്ക് ചെയ്യുന്നത്. ഇതിപ്പോൾ ഏറ്റവും ലോയിൽ വെച്ച് കഴിഞ്ഞാൽ നേരെ ഓണാക്കുമ്പോൾ തന്നെ ഇത് മാറിപ്പിടിക്കും. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെയുള്ള കൂടുതൽ അറിവുകൾ നേടാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ ഏറ്റവും ലോയിൽ വെച്ച് കഴിഞ്ഞാൽ നേരെ ഓണാക്കുമ്പോൾ തന്നെ ഇത് മാറിപ്പിടിക്കും. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതുപോലെയുള്ള വയറിങ്ങിൽ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഈ ടൈമറിന് കംപ്ലൈൻറ്റ് വരില്ല. ടൈമറിൽ സപ്ലൈ ഡെൽറ്റയിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ടൈമറിൻ്റെ സപ്ലൈ കട്ടാകും. അതായത് A1ലേക്കുള്ള സപ്ലൈ കട്ടാകും. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇവിടെ സപ്ലൈ ഇല്ല. നിങ്ങളിവിടെ ശ്രദ്ധിച്ചാണ്. ഇപ്പോൾ ഇവിടെ സപ്ലൈ ഉണ്ട്. ഇത് ഡെൽറ്റയിലേക്ക് മാറുമ്പോൾ ഇതിൽ ഈ A1ലേക്കുള്ള സപ്ലൈ പോയി ഈ ടൈമർ സേഫായിട്ടിരിക്കുന്നതാണ്. നമുക്ക് കാണാം ഇതിലേക്കുള്ള കംപ്ലീറ്റ് സപ്ലൈയും പോയി. ഇതിന് ഫ്രീ ആയിട്ട് നിൽക്കും. അതാണ് ഈ ടൈപ്പ് വയറിങ്ങിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഇതിൻ്റെ 2 പോയിന്റിൽ നിന്നും ഔട്ട്പുട്ട് എടുത്ത് സ്റ്റാറും ഡെൽറ്റയും വർക്ക് ചെയ്യുന്ന രീതിയുണ്ട്. അതും സിമ്പിൾ വയറിങ്ങാണ്. പക്ഷേ ഇതിൻ്റെ കോയിലിലേക്ക് കണ്ടിന്യൂസ് സപ്ലൈ വന്ന് കിടക്കും. അപ്പോൾ ഇത് കംപ്ലൈൻ്റ് ആകാനും ചാൻസ് കൂടുതലാണ്. ഏറ്റവും സേഫ് വയറിങ് ഇത് തന്നെയാണ്. ഇതാണ് ഏറ്റവും നല്ലത്. ഈ പോയിന്റ് 1നും അതായത് 100 മില്ലി സെക്കൻഡിനും 1നും ഇടയ്ക്കാണ് ഞാനിത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് പെട്ടെന്ന് തന്നെ ക്ലോസ് ആവും. അപ്പോൾ 1ൽ വെക്കാം. 1ന് തൊട്ട് താഴെ വെക്കാം. നമുക്കൊരു 2 സെക്കൻഡിൽ സ്റ്റാർട്ടാവുന്ന രീതിയിൽ നോക്കാം. 1, 2, 3 സെക്കൻഡിൽ ഇതിപ്പോൾ സ്റ്റാറിൽ നിന്ന് ഡെൽറ്റയിലേക്ക് മാറിയിട്ടുണ്ട്. ഇത്രയുമാണ് ഇതിൻ്റെ ഫംഗ്ഷൻ. കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും നമുക്ക് ഒരു ലൈക്ക് തരിക. ഇതുപോലെയുള്ള വീഡിയോകൾ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇത് കുറേ ടൈം എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഒരു 2-3 മണിക്കൂർ വേണം ഇത് സെറ്റ് ചെയ്തെടുക്കാൻ തന്നെ. പിന്നെ ഇത് എഡിറ്റ് ചെയ്യാനായിട്ട് അതിനേക്കാൾ ഏറെ ടൈം വേണം. നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും ഇത് ഒരു ഉപകാരമാകട്ടെ. നിങ്ങൾക്ക് ഈ വീഡിയോയെ പറ്റി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് വയ്ക്കുക. എത്രയും പെട്ടെന്ന് ഞാൻ അതിനുള്ള മറുപടി നൽകുന്നതാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂടെ വരുന്ന ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക. മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ ഓൾ. നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.